ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു പ്രത്യേക റെസിപ്പി വീഡിയോ ഒന്നല്ല പറയുന്നത്. ഇന്ന് ഡയറ്റുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത്. നമ്മുടെ ഭക്ഷണ രീതി ഏറ്റവും മിനിമലായ ലെവലിലും കുറച്ച് കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ട് കുറച്ച് ആസ്വാദകരമായ രീതിക്കൊക്കെ ചെയ്യാം. എല്ലായ്പ്പോഴും എല്ലാ സമയത്തും ഒരുപോലെ ആകണമെന്നില്ല. അതിപ്പം ഞാനായാലും അങ്ങനെ തന്നെയാണ്. ചില സമയത്ത് വളരെ മിനിമലായിട്ടാവും, ചില സമയത്ത് കുറച്ച് നട്ട്സും സീഡ്സൊക്കെ ആഡ് ചെയ്തുകൊണ്ടായിരിക്കും മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ അതിനെക്കുറിച്ചിട്ടുള്ള ചെറിയൊരു വിവരണങ്ങളാണ്. അപ്പോൾ ഇപ്രാവശ്യം ഞാൻ ഈ നട്ട്സ് വാങ്ങിച്ചത് അൽഹർബി സ്വീറ്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഷോപ്പിൽ നിന്നായിട്ടായിരുന്നു. ഒരു ഹോൾസെയിൽ ഗ്രൂപ്പാണ്. അപ്പോൾ നട്ട്സ് വാങ്ങുമ്പോൾ എപ്പോഴും തിന്ന് നോക്കിയിട്ട് വാങ്ങിച്ചാൽ മതി. മുമ്പ് സൂപ്പർ മാർക്കറ്റിൽ നിന്നൊക്കെ ഓഫറിന് വാങ്ങിക്കുമ്പം തിന്ന് നോക്കാതെ വാങ്ങിക്കുമ്പം ചൊയിൽ കാറി ടേസ്റ്റ് വന്നിട്ടുള്ളതായിട്ടുള്ള ഫീഡ്ബാക്ക് ഉണ്ടായിട്ടുണ്ട്. എനിക്ക് മാത്രമല്ല, എൻ്റെ ഫ്രണ്ട് തീർച്ചയായും പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ ഞാനിതാ വാങ്ങിച്ച നട്ട്സൊക്കെ ഒന്ന് ഗ്ലാസ് ബോട്ടിലേക്ക് ഇട്ട് വെക്കുകയാണ്. നമ്മുടെ ഭക്ഷണം മെച്ചപ്പെടുത്തിയതിനോട് കൂടിയിട്ട് നമ്മുടെ ഉപയോഗിക്കുന്ന പാത്രങ്ങളിലെ നോൺ സ്റ്റിക്ക്, അതേപോലെ പ്ലാസ്റ്റിക്, അതിൽ നിന്നൊക്കെ ചെറുതായിട്ട് ഇങ്ങനെ ചെറിയ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടിരിക്കുകയാണ്. കഴിയുന്ന പോലെയൊക്കെ പുതിയ പാത്രങ്ങൾ വാങ്ങും. ഒരുമിച്ച് വാങ്ങുകയല്ല, ചെറുതായിട്ട് ഒന്നോ രണ്ടോ ഒക്കെ വല്ലപ്പോഴായിട്ട് വാങ്ങും. പിന്നെ സ്പൈസസൊക്കെ ഞാൻ കുറേയൊക്കെ നമ്മൾ കോഫി ഉപയോഗിച്ചിട്ടുള്ള പൊട്ടുന്ന ഗ്ലാസിൻ്റെ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അടുത്തത് ഇടാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് നെസ്കഫേയുടെ ക്ലാസിക്കിൻ്റെ ഒരു ബോട്ടിലാണ് കേട്ടോ. നമ്മൾ ഡയറ്റ് തുടങ്ങിയ സമയം മുതൽ ഏത് കോഫിയാണ് ഉപയോഗിക്കുക എന്ന് ചോദിച്ചവർക്കൊക്കെ സജസ്റ്റ് ചെയ്തിട്ടുള്ള ഒന്നായിരുന്നത്. 100% കോഫി ആയാൽ മതി. പക്ഷെ പെട്ടെന്ന് എല്ലാവർക്കും ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാനുള്ള എളുപ്പത്തിനാണ് ഈ ഒരു ബ്രാൻഡിനെ പറഞ്ഞു കൊടുത്തത്. പക്ഷേ ഇപ്പം ബോയ്ക്കോട്ട് ലിസ്റ്റിൽ ഒന്നാമത് നിൽക്കുന്നതിൽ പെട്ടവരാണ് നെസ്ലെ. അതുകൊണ്ട് ഞാനിപ്പം നെസ്ലയുടെ പ്രൊഡക്റ്റ് ഒന്നും വാങ്ങിക്കാറില്ല. മുന്നേ തന്നെ നീഡോ അല്ലെങ്കിൽ ടാങ്ക്, ഈ ഒരു ബ്രാൻഡുകൾ ഒരു 2014 മുതൽ തന്നെ വാങ്ങിക്കുന്നത് നിർത്തിയിട്ടുണ്ടായിരുന്നു. പകരം അൽമറായി, ലൂന അങ്ങനെയൊക്കെയുള്ള പാൽപ്പൊടിയൊക്കെയാണ് വാങ്ങിച്ചിട്ടുള്ളത്. പിന്നെ ഡയറ്റിൽ വന്നതിന് ശേഷം നമ്മൾ ഒരുപാട് പാക്കറ്റ് പ്രൊഡക്റ്റിനെ ഒഴിവാക്കുകയാണ് ചെയ്തത്. അതൊന്നും ഹെൽത്തി അല്ലാത്തത് കൊണ്ടും കഴിച്ചതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നും ഇല്ലാത്തത് കൊണ്ടും അവയൊക്കെ ഒഴിവാക്കി. അപ്പോൾ ഇപ്പോൾ ഈ ഒരു ഗാസയോടുള്ള ഐക്യദാർഢ്യത്തിൻ്റെ മേലെ നെസ്കഫയുടെ എല്ലാ പ്രൊഡക്റ്റും ഒഴിവാക്കി. ഗോൾഡൊക്കെ മുന്നേ മേടിക്കാറുള്ളതായിരുന്നു. ഗോൾഡ്, ക്ലാസിക് അല്ലെങ്കിൽ റെഡ്മക്കൊക്കെ, അവ മൂന്നിനെയും ഒഴിവാക്കി. ഇപ്പോൾ കാര്യമായിട്ട് വാങ്ങിക്കുന്നത് ഈ ഒരു ബ്രാൻഡാണ് കേട്ടോ. മാക്സ്വെല്ലിൻ്റെ ഈ ഒരു ബ്ലൂ അല്ലെങ്കിൽ ഗോൾഡ് ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട്. രണ്ടും നല്ല ടേസ്റ്റാണ്. ബ്ലൂ ആണ് ഇക്കാക്ക് കുറച്ചുകൂടെ ഇഷ്ടമായിട്ടുള്ളത്. അപ്പോൾ നിങ്ങളും ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്ന ബ്രാൻഡുകളെയൊക്കെ ബോയ്ക്കോട്ട് ചെയ്യാം. നമ്മളുടെ അടുത്തവരും ഉറ്റ സുഹൃത്തുക്കളുമായിട്ടുള്ള പലരും ഇപ്പോഴും അക്കാര്യങ്ങളിൽ അശ്രദ്ധരാണ്. അപ്പോൾ ആ ഒരു സബ്ജക്റ്റിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഒരുപാട് നേരം പറയാനുണ്ടാവും. പലസ്തീൻ ജനതയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, അതോടൊപ്പം പറ്റുന്ന പോലെ സഹായിക്കാം. ഇത് രണ്ടിനും കഴിഞ്ഞില്ലെങ്കിലും അവരെ ഉപദ്രവിക്കുന്നവരെ നമ്മുടെ ലൈഫിൽ നിന്ന് ഒഴിവാക്കാം. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളത്. ഇനി വാട്ടർമെലൻ്റെ വീഡിയോ കണ്ടിട്ട് ഇത് കഴിക്കാമെന്ന് കരുതണ്ട. ഇത് ഞാൻ എൻ്റെ ഒരു അനുകൂലമായിട്ടുള്ളൊരു നിലപാടിന് വേണ്ടിയിട്ട് ലാസ്റ്റ് ആഡ് ചെയ്തതാണ്. വീണ്ടും കാണാം. അതുവരെ ബൈ.